ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ലോങ് വീഡിയോ ഞാനിനി പോസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം നമ്മളിതിന് മുമ്പിട്ട വീഡിയോസിനൊന്നും വലിയ രീതിയിൽ വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയതായതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം ഞാൻ 2-3 സെക്കൻഡ് കൊണ്ട് ഉള്ള വീഡിയോസൊക്കെയാണ് അധികം പോസ്റ്റ് ചെയ്തത്. അതിനൊന്നും വ്യൂസ് ഇല്ലാതെ വന്നപ്പോൾ ഇനി ലോങ് വീഡിയോ ഇടണ്ട, ഷോർട്ട് മാത്രം ഇടാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. 1-2 ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് ക്ലീനിങ് വീഡിയോ ഇടുമോ, കുറച്ചും കൂടി ലെങ്ത് ആയിട്ട് ഇടുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇടുന്നത്. ആരൊക്കെ കാണും എന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടുമ്പോൾ അധികം ആൾക്കാരും കണ്ടില്ലെങ്കിൽ അതൊരു വിഷമം കൂടിയല്ലേ. അപ്പോൾ അതാ മഴയൊക്കെ തുടങ്ങിയോണ്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം മഴക്കാലത്താണ് കൂടുതലായിട്ടും നമ്മൾ വീട് വൃത്തിയായി ഇരിക്കേണ്ടത്. അപ്പോൾ മുറ്റത്ത് തെങ്ങിൻ്റെ പൂവും കാര്യങ്ങളും മാത്രമേ വീണ് കിടക്കുള്ളൂ. അങ്ങനെ ഓവർ ചപ്പ് ചവറുകളൊന്നും വീണ് കിടക്കില്ല. അപ്പോൾ മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ട്, ചെറുതായിട്ട് ചാറുന്നേ ഉള്ളൂ. അപ്പോൾ ആ ശക്തി അങ്ങ് കുറഞ്ഞപ്പോൾ വേഗം മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടോ. പിന്നെ സിറ്റ് ഔട്ട് വേഗം വൃത്തിയാക്കിയിട്ടാണ്. പട്ടിയും പൂച്ചയൊക്കെ അതാ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റ് ഔട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരെ കാൽപ്പാടൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണമല്ലോ വിചാരിച്ചിട്ട് പുറത്തുനിന്നാണ് കേട്ടോ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അതാ ഇവിടെയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം വേഗം അവിടേക്കൊന്ന് കഴുകണം കേട്ടോ. ഓവർ ചവിട്ടിയും കാര്യങ്ങളൊന്നും ഞാൻ സിറ്റ് ഔട്ടിൽ ഇടൂല. കാരണം ഈ പട്ടിയും പൂച്ചയൊക്കെ വന്നിട്ട് ആകെ വൃത്തിയേടാക്കി ഇടുമ്പോൾ അതൊക്കെ ഈ മഴയത്ത് കഴുകി ഉണക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാ ഒരു ചവിട്ടി മാത്രമേ ഇടുള്ളൂ. പിന്നെ ഞങ്ങളാണെങ്കിൽ പുറത്ത് പോയി വരുമ്പോൾ മാത്രമേ സിറ്റ് ഔട്ടിലൂടെ കയറുള്ളൂ. അല്ലാത്ത പക്ഷം മക്കളായാലും ഏട്ടനായാലും അടുക്കള ഭാഗത്തു കൂടെ കയ്യും കാലൊക്കെ കഴുകിയിട്ടേ കയറത്തുള്ളൂ. അങ്ങനെ അപ്പോൾ സിറ്റ് ഔട്ടിൽ തൽക്കാലം ഒരു ചവിട്ടി മതി എന്ന് വിചാരിച്ചിട്ടോ മഴ കഴിയുന്നത് വരെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ മേലഭാഗം വൃത്തിയാക്കുകയാണ്. ഇന്നലെ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് അച്ഛൻ വിളിച്ചറിയുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവർ വരുമ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കാനൊക്കെ നിൽക്കുമ്പോൾ ഒരു മോശമല്ലേ, എപ്പോഴെങ്കിലൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം ആ വലിച്ചിട്ടതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് പണികളൊക്കെ തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് ഓവർ പൊടിയും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ 1-2 തുണികൾ ഉണങ്ങിയത് ഞാൻ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം മടക്കി എടുത്ത് വെച്ചു. അതുപോലെ മക്കളെ യൂണിഫോമും. അത് കഴിഞ്ഞിട്ട് ഇതാ അവിടേക്കൊന്ന് അടിച്ച് വാരിയിടാണ് കേട്ടോ. പഴയ കട്ടിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ തരി പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അത് മാത്രമേ ഇവിടെ വൃത്തികേടായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം അടിച്ചു വാരി എടുത്തിട്ട് സ്റ്റെയറിൻ്റെ മേലുള്ള മാറാലും കാര്യങ്ങളൊക്കെ തട്ടിട്ടുന്നാൽ എനിക്ക് ഈ ഭാഗം വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ അതാ വേഗം തട്ടുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റെയറൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് വേഗം പോയിട്ട് വീടൊക്കെ തുടച്ചിടാമെന്ന് വിചാരിച്ചേ. മഴക്കാലത്ത് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് വീടൊക്കെ തുടയ്ക്കുക. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് കാരണം പറയാനറിയില്ല. കാരണം ഞാൻ ചെറുതാകുമ്പോൾ വീട്ടിലെ അമ്മ ചൂടുള്ള വെള്ളത്തിലാണ് വീട് തുടയ്ക്കലും. ഞങ്ങൾ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് വീട് തുടയ്ക്കാൻ തരിക. എന്ത് കാരണമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ശീലിച്ചത് കൊണ്ട് തന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞാൻ ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ വീടൊക്കെ തുടയ്ക്കുക. അങ്ങനെ മേലഭാഗമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും ഉറങ്ങി നീച്ചിട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ക്ലീനിങ്ങിന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തീരാതെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു പണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവാതെ പിന്നെ വേറൊരു കാര്യവും ഞാൻ ചെയ്യൂല. അങ്ങനത്തെ ഹാളത്തെ മാറാലും കാര്യങ്ങളൊക്കെ തട്ടി താഴേക്കിടുകയാണ് കേട്ടോ. ഇവിടെ നേരത്തെ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ഒഴിവാക്കിയതായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ കമ്പികൾ ഓരോന്നായിട്ട് തുടയ്ക്കുകയാണ്. ഇതെനിക്ക് ചെറിയ രീതിയിൽ മടുപ്പുള്ള കാര്യം കേട്ടോ. കാരണം ഓരോ ജനലിലെയും ഓരോ കമ്പികൾ തുടച്ചെടുക്കണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ റൂം ക്ലീൻ ചെയ്യാനേ. തണുപ്പായതുകൊണ്ട് തന്നെ പൊടികളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കട്ട കുത്തിയ പോലെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ നനഞ്ഞ തുണിയും കൊണ്ട് ഫാനിൻ്റെ മേൽഭാഗമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് കബോർഡും കാര്യങ്ങളും അതുപോലെ തന്നെ മക്കൾക്ക് സ്റ്റഡി ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുക്കും കാര്യങ്ങളും TV ഒക്കെ ഈ ഭാഗത്തായിരിക്കും. ഇപ്പോൾ സ്കൂളും കൂടി തുറന്നുകൊണ്ട് അവർ ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനും കൂടി പോകുന്നതല്ലേ, എൻ്റെ ബുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അയൽക്കൂട്ടത്തിൻ്റെ രജിസ്റ്ററും കണക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇതാ അവിടുത്തെ കർട്ടനൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചേ. മഴയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അലക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റും കർട്ടനൊക്കെ കൂട്ടത്തിൽ തന്നെ വേഗം അലക്കിയിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് കമ്പിയും കാര്യങ്ങളൊക്കെ അതാ ജനൽ കമ്പിയൊക്കെ തുടച്ച് വൃത്തിയാക്കണേ. ഇത് ഞാനൊരു ചെറിയ തുണിയിൽ വെള്ളം നനച്ചിട്ടാണ് കേട്ടോ അത് വേഗം തുടച്ചെടുക്കുന്നത്. അപ്പോൾ അത് ആ മുറ്റത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ശക്തിയിൽ പെയ്യുന്നുണ്ട്. ഇന്ന് അനിയത്തിൻ്റെ കൂടെ കൽപ്പറ്റയിൽ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. രാവിലെ അവൾ വിളിച്ചപ്പോൾ ഇവിടെ നല്ല മഴയാണ്. പിന്നെ മഴയത്ത് മക്കളെയും കൂട്ടിയിട്ട് പോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതാ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഏകദേശം പാതിയായപ്പോഴേക്കും മഴയും നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നി കേട്ടോ പോകാൻ പറ്റാത്തതിൽ.
അങ്ങനെ അതാ അവിടുത്തെ ജനലിൽ പൊടിയൊക്കെ തട്ടി വേറെ തുണിയൊക്കെ വിരിച്ചിട്ട് എല്ലാം ഒതുക്കി പെറുക്കി വെക്കുക കേട്ടോ. മക്കളെ കളറിംഗ് ബുക്കും അല്ലാത്ത സംഭവങ്ങളൊക്കെ ഞാൻ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലിട്ടിട്ടാട്ടോ വെക്കാറ്. ആവശ്യമുള്ളത് മാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ അവിടെ ഒരു ലോഡ് കുന്നു കൂടിയിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ ആ സാധനങ്ങളൊക്കെ കുറേയൊക്കെ പെറുക്കിയിട്ട് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അയൺ ബോക്സൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ കേട്ടോ. പിന്നെ ലീവ് ആയതുകൊണ്ട് തന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിൻ്റെ അടിയിലാണ് ഇതിപ്പോൾ വെക്കാറ് കേട്ടോ. എല്ലാം വെക്കാറില്ല, അത്യാവശ്യം അവർക്ക് കളിക്കുന്ന സാധനങ്ങൾ മാത്രം. ഇപ്പോൾ സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ ABCD അതുപോലെ തന്നെ കളറിംഗ് ബോൾസ് മാത്രമേ ഞാനിപ്പോൾ കളിക്കാൻ കൊടുക്കുള്ളൂ. കാരണം അവർക്ക് കളർ പഠിക്കാനും എണ്ണാൻ പഠിക്കാനൊക്കെ എളുപ്പം ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ. ബാക്കിയൊക്കെ ഞാനിനി ഓണം വെക്കേഷൻ ആകുമ്പോഴേ പുറത്തേക്ക് എടുത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തതൊക്കെ എടുത്ത് വെച്ചേ. ഇന്നലെ അപ്പോൾ അതാ 2 കുട മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് രാത്രി ഉറങ്ങുമ്പോഴാണ് നിലത്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ അതാ ചായയുടെയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ആ കുട എടുക്കും. അതുകൊണ്ട് തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഇതാ വേറെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കുകയാണ് കേട്ടോ. വേഗം ഇതൊന്നും വെയിലത്ത് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് കേട്ടോ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഒരു 2 ദിവസം മഴ പെയ്താൽ തന്നെ മതി, ആകപ്പാടെ വീടിൻ്റെ ഉള്ളൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ബെഡും കൂടി ഒന്ന് വെയിലത്തിടാൻ പറ്റിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വെയിൽ എപ്പോഴാണാവോ. അങ്ങനെ ഇതാ വേഗം അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അങ്ങനെ അതാ റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആൾ വൃത്തിയാക്കാൻ കേട്ടോ. കൈയോടെ തന്നെ സോഫയത്തെ വിരിയും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ കോട്ടിയോട് വൃത്തിയാക്കാൻ കേട്ടോ. എൻ്റെ കൃഷ്ണന് പൊട്ടിപ്പോയിട്ടോ, 3 കഷ്ണമായിട്ടാണ് ഇരിക്കുന്നത്. തൽക്കാലം ഞാനിങ്ങനെ ഒപ്പിച്ച് വെച്ചതാണ്. പൊട്ടിയത് വീട്ടിൽ വെക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പുഴയിൽ ഒഴുക്കി വിടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. സ്റ്റെയറിൽ ഷാൾ കെട്ടിയിട്ട് കൺമണിക്കുട്ടി ഒന്ന് ആടിയതാണ്. അതിൽ കൃഷ്ണൻ്റെ അതിൽ തട്ടിയിട്ട് അത് നിലത്ത് വീണ് പൊട്ടിപ്പോയിട്ടോ. ഒരുപാട് വിഷമം വന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഊഞ്ഞാലൊക്കെ മേടിച്ചു കൊടുത്തത് ആടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലൊന്നും ആടാതെ നേരെ വന്നിട്ട് ഈ സ്റ്റെയറിൻ്റെ കമ്പിയിൽ തന്നെ ഇവർ കളിക്കുകയുള്ളൂ കേട്ടോ. ചീത്ത പറയാനും പറ്റില്ല, അവരുടെ പ്രായം അതല്ലേ. അങ്ങനെ അതാ ചെറിയ രീതിയിൽ വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ കോട്ടയോട് വൃത്തിയാക്കുമ്പോൾ കൺമണിക്കുട്ടി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെയ്തത് തെറ്റാണെന്ന് അവൾക്കും അറിയാം. അപ്പോൾ ഒരുപാട് സോറിയും പറയുന്നുണ്ട്. ഇനി അമ്മ പുതിയത് മേടിക്കുമ്പോൾ ഞാൻ പൊട്ടിക്കില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മാസ്ക് ഒന്നും വെക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അലർജിയും കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്തിയാണ് കേട്ടോ. അങ്ങനെ കല്ലും മാറ്റൊക്കെ മാറ്റി അവിടേക്കൊന്ന് വേഗം അടിച്ച് വൃത്തിയാക്കിയിട്ട് ഈ മേലഭാഗം വൃത്തിയാക്കുമ്പോഴാണ് അധികം പൊടി വന്നിട്ട് കോട്ടിയാടിലേക്ക് വീഴുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം വിരിച്ചിട്ടതിന് ശേഷം ഇനി ആ കല്ലൊക്കെ തിരിച്ച് പെറുക്കി താഴട്ടേനെ ഇടയ്ക്ക് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി ഭാഗം കൂടി അടിച്ചു വാരിയിട്ട് വേണം ഡൈനിങ് റൂമും സ്റ്റോർ റൂമും ഒക്കെ കൂടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്.
പണിയെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. മുകളിലുള്ളതൊന്നും ഞാൻ ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തുടച്ചെടുത്ത് വെച്ചു. താഴെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ താഴത്തെ തട്ടിലാണ് അരിയും ചട്ടിയൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ അതാ വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചേ. പിന്നെ അതാ പൊടികളൊക്കെ വെച്ച ഭാഗമാട്ടോ വൃത്തിയാക്കുന്നത്. ഇവിടെ തന്നെയാണ് മക്കളെ ട്രോഫിയും വെച്ചിട്ടുള്ളത്. കവറിൽ വെച്ചിട്ട് തനിക്കുട്ടീൻ്റെ ഒരു ട്രോഫി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പശയൊക്കെ തേച്ച് ഒട്ടിച്ചതാണ്. അതുകൊണ്ട് കവറിൽ കെട്ടിയേക്കുന്ന പരിപാടി ഞാൻ നിർത്തിയിട്ട് തൽക്കാലം ഇതാ ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. എന്തെങ്കിലും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവരെ ട്രോഫിയൊക്കെ വൃത്തിയിൽ വെക്കാമല്ലോ, അതുവരെ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതാ അവിടെ ഓരോ ഭാഗങ്ങളും തട്ടി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകൾ ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അത് സാധനങ്ങളൊക്കെ തിരിച്ച് മേലെ എടുത്ത് വെച്ചിട്ട് ഇതാ ബാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അവരുടെ ട്രോഫിയും ഏട്ടൻ്റെ കണക്ക് ബുക്കും പിന്നെ ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെക്കാറ്. കാരണം ഏട്ടനായാലും തനിക്കുട്ടിക്കായാലും അലർജിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അവർക്കുള്ള മരുന്നാണ് കൂടുതലായിട്ടും ഇവിടെ ഉണ്ടാവുക. അങ്ങനെ അത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ആ മസാലപ്പൊടികൾ വെച്ച ഭാഗമൊക്കെ വൃത്തിയാക്കാണ്. കുപ്പിയൊക്കെ ഞാനൊരു ചെറിയ തുണിയും കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കഴുകി കഴിഞ്ഞാൽ എന്തായാലും ഉണങ്ങി കിട്ടില്ല. പിന്നെ ഏട്ട സാധനം കൊണ്ട് വരുമ്പോഴേക്കും വേഗം തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ തുടച്ചിട്ട് ഓരോന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ്. താഴത്തെ ഭാഗത്താണ് ഞാൻ പഞ്ചസാര, അരിപ്പൊടി, ഗോതമ്പ് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ താഴെയാണ് കേട്ടോ വെക്കുക. അങ്ങനെ ആ ഭാഗവും വൃത്തിയാക്കി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള മക്കൾ കുപ്പിയും കാര്യങ്ങളൊക്കെ ഏറ്റവും താഴത്തെ തട്ടിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഭാഗം കൂടി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം വേഗം വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേഗം ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുള്ള സ്ലാവും കാര്യങ്ങളൊക്കെ വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. ഇന്നലെ അച്ഛനും അമ്മയും വരുമ്പോൾ കുറച്ച് അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതാണ് ആ കവറിലുള്ളത്. അത് ഞാൻ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഈ അരി വേവുന്ന അരിയാണോ എന്ന് അറിയില്ല, വെച്ച് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടാൽ രണ്ട് തീരിയിൽ അരി ആയി പോകുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വെച്ച് നോക്കിയിട്ട് ഒരുമിച്ച് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതൊക്കെ തട്ടി താഴെ ഇട്ടതിന് ശേഷം വേഗം അവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ മാറ്റിയ കർട്ടനൊക്കെ വേഗം സോപ്പ് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടതിന് ശേഷമാണ് അടിച്ചു വരാൻ വേണ്ടി വരുന്നത്. അങ്ങനെ എല്ലാ ഭാഗവും അടിച്ചു വരാണ്. ഇഷ്ടംപോലെ പാറ്റച്ചിറകുണ്ട്. കാരണം കിച്ചണിൻ്റെ ലൈറ്റ് ഓഫ് ആക്കില്ല. അതിൻ്റെ അടുത്ത് തന്നെ ബാത്റൂം ആയതുകൊണ്ട് മക്കൾക്ക് രാത്രി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ലൈറ്റ് എപ്പോഴും ഇട്ട് വെക്കും. അതുകൊണ്ട് തന്നെ പാറ്റയും ഈച്ചയും ഭയങ്കര നേരം വെളുക്കുമ്പോഴേക്കും ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ. ജനലിലും അതുപോലെ തന്നെ ചുമരിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ വേഗം അടിച്ച് വൃത്തിയാക്കിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കസിൻ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഇവിടെ അടുത്ത് തന്നെയാണ് അവൻ്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന കൂട്ടത്തിൽ അവൻ എൻ്റെ അടുത്തേക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവരെടുത്ത സ്ഥലത്തിൽ എന്തോ വാഴ എന്തോ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ വന്നതാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. സമയത്ത് തന്നെ ഏട്ടൻ വന്നിട്ടോ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഏട്ടൻ്റെ അടുത്ത് ഞാൻ പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാരണം ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു സമയമാവും. അപ്പോൾ ഏട്ടൻ മേടിച്ചിട്ട് വരാറുണ്ട്. പിന്നെ ഏട്ടനൊരു പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഭക്ഷണം മേടിച്ച് തന്നിട്ട് ഏട്ടന് നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടോ. ഏട്ടൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും പോയേ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഗ്യാസ് അടുപ്പൊക്കെ വേഗം ക്ലീൻ ചെയ്തിട്ട് ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ കേട്ടോ. പിന്നെ ഈ തിണ്ടും കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ കേട്ടോ. ഇവിടെ ആയാലും പൊടിയൊക്കെ നിന്നാലൊരു ഒട്ടലാണേ. അപ്പോൾ അവിടെയൊക്കെ വേഗം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ പെനോയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്തുകൊണ്ട് തന്നെ ഈച്ച ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കി ഇടണേ. ഈ ഈച്ച പൂർണ്ണമായിട്ടും പോകാൻ എന്തെങ്കിലും വഴി അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വൃത്തിയാക്കുന്നത് വാഷ് ബേസാണ് കേട്ടോ. കാരണം വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറ പിടിക്കും. മക്കളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മസാലക്കറിയും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നതെങ്കിൽ പറയും വേണ്ട കേട്ടോ. അപ്പോൾ അവിടെ വേഗം തേച്ചൊരച്ച് കഴുകിയതിന് ശേഷം വേഗം കുറച്ച് പെനോയിൽ ഒഴിച്ചിട്ടോ. കാരണം ഇനി എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലുമൊക്കെ വന്ന് കൈ കഴുകുമ്പോഴോ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴായിരിക്കും വീട്ടിലത്തെ കൂടുതലായിട്ടുള്ള വൃത്തിയോട് പുറത്തേക്ക് അറിയുന്നത്. അങ്ങനെ അവിടെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ കുളിക്കണുണ്ട്. അപ്പോൾ കൺമണിക്കുട്ടിക്കും കുളിക്കണം എന്ന് പറഞ്ഞേ. അങ്ങനെ അവളെ വേഗം കുളിപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ വീടൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ.
റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് ഡൈനിങ് റൂം തുടയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ തനിക്കുട്ടിക്ക് കുളിക്കാനില്ല വെള്ളം വേഗം ഒഴിച്ചു കൊടുത്തേ. അവളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും എനിക്ക് വേഗം അലക്കിയിട്ട് വരാം, എന്നിട്ട് കുളിച്ചിട്ട് വേണേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ അത് ആ ക്ലീനിങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബായ്.